ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോം മെയ്ഡ് കുക്കിംഗ് ആൻഡ് ക്രാഫ്റ്റ്സ്. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ 4 ഇൻഗ്രീഡിയൻസ് വെച്ച് എങ്ങനെ ചോക്ലേറ്റ് ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ ഒട്ടും നനവൊന്നും ഉണ്ടാകരുത്, നല്ല ഡ്രൈ ആയിട്ട് അതിലേക്ക് ഏത് കപ്പാണ് എടുക്കുന്നത് ആ കപ്പിലത്തെ 1 കപ്പ് പൊടിച്ച പഞ്ചസാര, അതിലേക്ക് 3/4 കപ്പ് കൊക്കോ പൗഡർ, 1/4 കപ്പ് മിൽക്ക് പൗഡർ, ഒരു 4-5 മണി ഉപ്പ്, അധികമൊന്നും ഇടരുത്. ഇതെല്ലാം മിക്സിയിൽ നല്ലോണം പൊടിച്ചെടുക്കുക, തരിയൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഒരു അരിപ്പയിൽ കൂടി ഒന്നും കൂടി അരിച്ചെടുക്കുക. ഏത് കപ്പിലാണോ പഞ്ചസാര എടുക്കുന്നത് ആ കപ്പിൽ തന്നെ എല്ലാ അളവും എടുക്കണം. ഞാനിവിടെ ഒരു 1/2 കപ്പിൻ്റെ ഇതിലാണ് പഞ്ചസാര എടുത്തത്, അതിൽ തന്നെയാണ് ബാക്കി എല്ലാ അളന്നെടുത്തത്. അങ്ങനെ തരിയൊന്നുമില്ലാതെ അരിച്ചെടുത്തിട്ടുണ്ട്. ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഡബിൾ ബോയിൽ മെത്തേഡാണ് ചെയ്യുന്നത്. ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വെള്ളം തട്ടാതെ അതിൻ്റെ മുകളിലൊരു ബൗൾ വെക്കുക. എന്നിട്ട് അതിലേക്ക് ഒന്നെങ്കിൽ ഒരു 3/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ ഒരു കപ്പും ഒരു ഇച്ചിരി കൂടി കൂടുതൽ ബട്ടർ ഒഴിക്കുക. വെളിച്ചെണ്ണ ആകുമ്പോൾ വെളിച്ചെണ്ണയുടെ ഒരു കുത്തുണ്ടാവും. എന്നിട്ട് അതിലേക്ക് കൊക്കോ പൗഡറിൻ്റെ മിക്സ് കുറേശ്ശെ എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, കട്ടയൊന്നും കൂടാതെ. ഈ ഒരു പരുവത്തിൽ എല്ലാം കഴിയുമ്പോൾ ഉണ്ടാവും. എന്നിട്ട് ഇതിലേക്ക് നട്ട്സ് വേണമെങ്കിൽ ഇടാം. ഞാനിവിടെ കുറച്ച് പിസ്തയും ബദാമും കശുവണ്ടിയൊക്കെ ഒന്ന് ജസ്റ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മോൾഡിലേക്ക് ചോക്ലേറ്റിൻ്റെ മിക്സ് ഒഴിക്കുക, ഒരു പകുതി വരെ ഒഴിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നട്ട്സ് ഇടുക, എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ബാക്കി ഒഴിക്കുക. എന്നിട്ടൊന്ന് തട്ടി കൊടുക്കുക. എന്നിട്ടൊരു ഫ്രീസറിൽ ഒരു 2 മണിക്കൂർ വെക്കുക. അപ്പോൾ നല്ലോണം സെറ്റായിട്ടിരിക്കും. മോൾഡ് ഇല്ലെങ്കിൽ ഒരു ഐസ് ട്രേയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെ അടിഭാഗത്തായിട്ട് കനം കുറച്ചിട്ട് ചോക്ലേറ്റ് ഇട്ട് വെക്കുക.